എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ കട്ടൻ ചായ അല്ലേ. വെറുതെ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്താൽ കട്ടൻ ചായയായി. എന്നാൽ നമ്മൾ തയ്യാറാക്കുന്ന കട്ടൻ ചായ നല്ല ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇനി ഇതുപോലെ മാത്രമേ നിങ്ങൾ ഇനി കട്ടൻ ചായ തയ്യാറാക്കൂ. നമുക്ക് ഇത് റെസിപ്പിയിലേക്ക് കിടന്നാലോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചായ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വെള്ളം ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ഗ്ലാസ്സിനുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇത്രയും മതിയാകും. ഈ ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഒരു 8-10 കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 2 കഷ്ണം പട്ടിയും അതുപോലെ 2 ഗ്രാമ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഏലക്ക ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇതിൽ ഇറങ്ങി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചായപ്പൊടിയാണ്. ചായപ്പൊടീൻ്റെ അളവ് കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2-3 സെക്കൻഡ് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ പുതിനയിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 സെക്കൻഡ് നമ്മളിതിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒന്ന് ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ റെഡിയായി. ഇനി നമുക്കൊരു കപ്പിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ചായ ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ എന്നുള്ള അളവിലാട്ടോ ഞാൻ ചായക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചേർത്ത ആ ഒരു നമ്മൾ ഇഞ്ചിയും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇല്ലേ, അതിനനുസരിച്ചിട്ട് തന്നെ മധുരവും വേണം. എന്നാൽ മാത്രമേ നമ്മൾ കട്ടൻ ചായ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കുടിച്ചാലും മതിയാകാത്ത തരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ടൻ ചായ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ചായ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.